ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, മന്ത്രി അക്കാര്യം ഒന്നുകൂടെ കൃത്യമാക്കി പറഞ്ഞിരിക്കുന്നു. IRE അടച്ചുപൂട്ടാനുള്ള ശ്രമമാണിതെങ്കിൽ അത് നടക്കുകയില്ല, ഖനനം നിർത്താനുള്ള യാതൊരു സാഹചര്യവുമില്ല, അത് സർക്കാർ ചെയ്യുകയില്ല എന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു? തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിനെ അടച്ചുപൂട്ടാനുള്ള ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് യോജിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ മൗലികമായിട്ടുള്ള പ്രശ്നം തീരദേശവാസികളായിട്ടുള്ള ജനങ്ങൾ അവരുടെ ജീവൻ പ്രധാനമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ട് സമരമുഖത്തേക്ക് വന്നിരിക്കുന്നു. ആ സമരത്തിന് ആധാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗവൺമെന്റ് സംയമനത്തോടുകൂടി അവരുമായി ചർച്ച ചെയ്ത് എന്താണെന്ന് നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി സമാധാനപരമായി സൗഹാർദ്ദപരമായി പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞാൻ ആ കാര്യത്തോട് 100% യോജിക്കുന്നയാളാണ്. IRE, KMML തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് തീരദേശ മേഖലയിലെ മൈനിങ്ങുമായി ബന്ധപ്പെട്ട സമ്പൂർണമായിട്ടുള്ള മൈനിങ് നിരോധനം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത്തരമൊരു പൊസിഷനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. അതിന്റെ അർത്ഥം പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നവും തീരത്തിന്റെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും വിസ്മരിക്കണം എന്നുള്ളതല്ല, അത് പരിഹരിക്കുക തന്നെ വേണം. അതിന് എന്തൊക്കെയാണ് മാർഗങ്ങൾ, അത് ചർച്ചയിലൂടെ മാത്രമേ നമുക്കത് വ്യക്തമായി ബോധ്യപ്പെടുത്താനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും കഴിയും. അതിനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് മുൻകൈയെടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള നയം, നിലപാട്. അതിനപ്പുറത്തേക്ക് സമരത്തിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. അതെല്ലാം ഗവൺമെന്റ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. പക്ഷേ ഗവൺമെന്റ് ജനാധിപത്യപരമായി ഉയർന്നു വരുന്ന സമരങ്ങളെ മുഴുവൻ ഇത്തരത്തിൽ വല്ലാത്ത രൂപത്തിൽ അതിനെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ആ ഒരു സംഘർഷത്തിന്റെ, ഒരു കോൺഫ്രണ്ടേഷന്റെ ലൈനിലേക്ക് പോകാതെ ഒരു കൺസെൻസസിന്റെ ലൈനിലേക്ക് പോകാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. എന്തായാലും ഒരു സമരം ഉയർന്നു വന്നിരിക്കുന്നു, വലിയ ബഹുജന പിന്തുണ ആ സമരത്തിന് കിട്ടിയിരിക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ കിട്ടിയിരിക്കുന്നു. സ്വാഭാവികമായും കേരള സമൂഹം പൊതുവായി ചർച്ച ചെയ്യുന്ന വിഷയമായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നതിനെ സംബന്ധിച്ച് അവരെ വിളിച്ച് ആലോചിച്ച് ചർച്ച ചെയ്ത് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ച് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി വിട്ടുവീഴ്ചയോടുകൂടി ഈ കാര്യത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ഗവൺമെന്റ് പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ വ്യക്തമായി. ശ്രീ പ്രേമേന്ദ്രൻ, വളരെ പെട്ടെന്നാണ് ഈ സമരം ഉയർന്നു വന്നത് എന്ന് ശ്രീ പി ജയരാജൻ മന്ത്രി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. വളരെ പെട്ടെന്നൊരു സമരം, മന്ത്രി ആഫീസിൽ ഒരു പരാതി പോലും വന്നിട്ടില്ല, എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ട് എന്ന കാര്യം നേരത്തെ അറിഞ്ഞിട്ടേയില്ല. ടെലിവിഷനിൽ ചർച്ച കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അറിയുകയും ആളുകളോട് സംസാരിച്ച് അതിന്റെ വിവരങ്ങൾ തേടാൻ ഇടയാവുകയും ചെയ്തെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ തന്നെയും പെട്ടെന്നാണ് ആലപ്പാട്ട് സമരം അങ്ങ് ഉയർന്നു വന്നത്. അത്തരത്തിലുള്ള സമരത്തിന്റെ വരവ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിഷയമായത്, സിനിമാ താരങ്ങളടക്കമുള്ള ആളുകൾ വന്ന് ആ സമരം ഏറ്റെടുത്തത്, അക്കാര്യത്തിലൊക്കെ സംശയം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യമൊന്നുമല്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചോദ്യവുമല്ല, പക്ഷേ അങ്ങനെയുള്ള സംശയം ഉന്നയിക്കുന്ന ആളുകളുമുണ്ട്. ഈ സമരത്തിന്റെ വരവിനെ തന്നെയും സംശയിക്കണം എന്ന് പറയുന്ന EP ജയരാജനെയും മറ്റുള്ളവരെയും ആ അഭിപ്രായത്തെ, നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് കാണുക? ഇല്ല, ഞാൻ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമായ തെളിവും ആധികാരികമായിട്ടുള്ള അറിവുമില്ലാതെ ആ കാര്യത്തിൽ പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല. ഗവൺമെന്റ് ഇന്റലിജൻസ് ബ്യൂറോയുണ്ട്, മറ്റൊരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭ്യമായിട്ടുണ്ടോ എന്ന വിവരത്തെ സംബന്ധിച്ച് ഗവൺമെന്റാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ, ഇപ്പോൾ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രദേശപരമായ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു സമരം ശരിയാണ്. ആ സമരം വളരെ പൊടുന്നനെയാണ്, വളരെ പെട്ടെന്നാണ് അതിനൊരു വലിയ സ്വീകാര്യത വരികയും വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വിഷയീഭവിക്കുകയും ചെയ്തത് വളരെ വളരെ പെട്ടെന്നാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആധികാരികമായിട്ടുള്ള വിവരമോ രേഖയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനോ ലഭ്യമായാൽ മാത്രമേ ആ കാര്യത്തെ സംബന്ധിച്ച് എനിക്കിപ്പോ പ്രതികരിക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു വലിയ ഒരുപാട് ഘട്ടങ്ങളിൽ തീരദേശ മേഖലയിൽ ചവറയിലും കരുത്തുറയിലും വെള്ളനാതുരത്തും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഖനനവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, മുൻകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാൻ കഴിയും. അന്നെല്ലാം സ്വകാര്യ മൂലധന ശക്തികളുടെ പിൻബലത്തോടുകൂടി ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ മാത്രമല്ല, ചവറയിലൊക്കെ ധാരാളം പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഈ സമരത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പ്രകടിപ്പിക്കുന്നതല്ല. ഈ സമരത്തിനൊരു വലിയ സ്വീകാര്യത, ഒരു പൊതു സ്വീകാര്യത വന്നിരിക്കുന്നു. വലിയ തോതിൽ രാജ്യം ചർച്ച ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് മൈനിങ് ആണ് വിഷയം. മൈനിങ് എന്ന് പറയുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം ഉണ്ടാകുന്നതാണ്.
ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു പൊതു നയം, പൊതു നിലപാട് പാരിസ്ഥിതിക ആഘാതം പരമാവധി പരിമിതപ്പെടുത്തി തീരദേശത്തിന്റെ നിർമ്മാണത്തിന് ശേഷം അതുപോലെ തന്നെ രണ്ടാമത് വളരെ പ്രധാനമായും ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കോൺസെൻട്രേറ്റ് അവിടെ നിന്ന് തന്നെ കൊണ്ടുവരണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം. അല്ലാതെ റോ സാൻഡ് കയറ്റി IREയിൽ കൊണ്ടുവന്ന് അത് പ്രോസസ് ചെയ്ത് വേസ്റ്റ് മണ്ണ് വേറെ വിതരണം ചെയ്യാതെ അവിടെ തന്നെ വെള്ളനാതിരുത്ത് പ്രദേശത്ത് തന്നെ മൈൻ ചെയ്തതിന്റെ വേസ്റ്റ് അവിടെ തന്നെ ഡംപ് ചെയ്ത് അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, അതല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ റീക്ലെയിം ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രിയാത്മകമായ ഒരുപാട് നടപടികൾ ഏറ്റവും ഒടുവിൽ ഉണ്ടാക്കിയ എഗ്രിമെന്റിന്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുണ്ട്. കടൽഭിത്തിയുടെ നിർമ്മാണത്തിന് ശേഷം കരയുടെ ശോഷണം വല്ലാത്ത രൂപത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. ശരി, വളരെ നന്ദി ശ്രീ NK പ്രേമചന്ദ്രൻ സംസാരിച്ചത്. എൻ്റെ സമയം പോയതുകൊണ്ടാണ് ഒന്ന് ശ്രീ TJ ആഞ്ചലോസിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ശ്രീ TJ ആഞ്ചലോസ്, CPIയുടെ എതിരഭിപ്രായങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും കമന്റ് ചെയ്യാതെ ഞങ്ങൾക്കിടയിൽ ഭിന്നതയില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് EP ജയരാജൻ ചെയ്തത്. യഥാർത്ഥത്തിൽ CPM സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ സ്വീകരിക്കുന്ന EP ജയരാജൻ ഇപ്പറഞ്ഞിരിക്കുന്ന നിലപാടിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണത്? അല്ല, ഞാൻ പറയുന്നത് CPI നിലപാടല്ല. CPI നിലപാട് സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് പറയേണ്ടത്. ഞാൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ആ സമര കേന്ദ്രം സന്ദർശിച്ചത്. ഞങ്ങൾ ആ സമരത്തിന് 100% പിന്തുണ നൽകുകയാണ്. അവരുടെ ഡിമാൻഡ് ഖനനം നിർത്തിവെക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച അത്തരമൊരു ഡിമാൻഡിലേക്ക് അവർ വന്നതിന്റെ കാരണം ആ പ്രദേശം സന്ദർശിച്ചാൽ വ്യക്തമാകും. കടൽഭിത്തി കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന കടൽ തീരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. അപ്പൊ വലിയ തോതിൽ അവിടെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ആദ്യത്തെ സമരം എന്നുള്ള നിഗമനമൊന്നും ശരിയില്ല. അവിടെ ചെന്ന് ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അറിയാം, ഇതിനു മുമ്പ് നിരവധി സമരങ്ങൾ അവിടെ നടന്നിട്ടുള്ളതാണ്. ഇന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെ വ്യക്തിപരമായി എനിക്കറിയാവുന്നതാണ്. അവര് ഏതെങ്കിലും സാമ്രാജ്യത്വ ശക്തികളുടെയോ മറ്റേതെങ്കിലും താല്പര്യത്തിനോ നിൽക്കുന്നവരാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. കാരണം സാധാരണ മനുഷ്യരാണ് അവിടെ സമരത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. TJ ആഞ്ചലോസ് CPI നേതാവ്. അദ്ദേഹം പക്ഷേ മത്സ്യത്തൊഴിലാളി യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണയാണ് ആ സമരക്കാർക്ക് നൽകുന്നതെന്നാണ് പറയുന്നത്. ആ സമരം ഏതെങ്കിലും വിധത്തിൽ ആരാലെങ്കിലും പിന്നിൽ നിന്ന് നടത്തപ്പെടുന്ന ഒരു സമരമാണ് എന്ന തോന്നൽ തങ്ങൾക്കില്ല എന്നാണ് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. ഈ കരശോഷണം പോലെയുള്ള കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്.